ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത്? സുരേഷിനറിയാം, ഞാൻ അവരെ അഴിമതിയെ കുറിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചാടി വന്നു. ആര്? ഒരു പഴയ മുഖ്യമന്ത്രിന്റെ ഒരു മകൻ, വലിയ നേതാവാണെന്നാണ് വിചാരിക്കുന്നത്. അയാൾ പറഞ്ഞത്, രാജീവിന്റെ മലയാളം ശരിയല്ല, വേറൊന്നും കിട്ടിയില്ല, എൻ്റെ മലയാളം, എൻ്റെ കുർത്ത, എൻ്റെ മുണ്ട്, ഞാൻ കഴിക്കുന്നത് എന്താണ്, ഇതാണ് അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ. അല്ല, ഒരു വിഡ്ഢി പാർട്ടിയല്ലേ ഇത്? സോണിയാഗാന്ധി, ഇറ്റലിയിൽ നിന്ന് വന്ന് സോണിയാഗാന്ധി തലക്കെറ്റി വെച്ചിരിക്കുന്ന പാർട്ടിയാണ് എൻ്റെ ഭാഷയെ കുറിച്ച് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി മലയാളം അറിയില്ല, ഹിന്ദി അറിയാത്ത ഈ പ്രിയങ്ക ഗാന്ധിനെ വയനാട് തലക്കെട്ടി വെച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ടാണ് എൻ്റെ ഭാഷയെ കുറിച്ച് പറയുന്നത്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. 2014 മുതൽ ഇന്ന് വരെ ഇന്ത്യന്റെ കുതിച്ച ചാട്ടം നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതാണ് മാറ്റം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ, നമ്മുടെ സംസ്ഥാനത്തിൽ നോക്കിയാൽ 20 കൊല്ലമായിട്ട് ആദ്യത്തെ 10 കൊല്ലം രാജ്യം പിന്നോട്ട് പോകുന്നു, കേരളം പിന്നോട്ട് പോകുന്നു. പിന്നെ അടുത്ത 11 കൊല്ലം ഇന്ത്യ മുമ്പോട്ട് പോകുന്നു, കേരളം ഇനിയും പിന്നോട്ട് പോകുന്നു. ഇതിനെ മാറ്റണം. ഇതിനെ മാറ്റാനാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. 2014 ഇന്ത്യ രാജ്യത്തിന്റെ ജനങ്ങൾ തീരുമാനിച്ചു, മതിയായി. 2025 26 മലയാളികൾ, കേരള നാടിന്റെ ജനങ്ങൾ തീരുമാനിക്കും, ഇടതും മതിയായി, വലതും മതിയായി. ഞാനിത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിശയം. 35 കൊല്ലം LDF ഭരിച്ച കൊല്ലം, അതല്ലേ? അത് തന്നെയല്ലേ കാരണം? ജിജുനും പ്രശാന്ത്ജി എല്ലാം പറഞ്ഞു ഇവിടെ എന്തു നടന്നു. പക്ഷെ ഈ എലക്ഷന്റെ സമയം, എല്ലാ 5 കൊല്ലം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എലക്ഷൻ നടക്കല്ലോ. ജനങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് എലക്ഷൻ ഒരു വോട്ട് കൊടുക്കുന്നത്? ഒന്ന് ആലോചിക്കൂ. എല്ലാ 5 കൊല്ലം ഒരു സാധാരണ വോട്ടർ, കൊല്ലം നിവാസി, നമ്മുടെ എവിടെയാണെങ്കിലും ഒരു സാധാരണ വോട്ടർ എന്താണ് പ്രതീക്ഷ? ഞാൻ ഈ തവണ വോട്ട് കൊടുത്താൽ, ഈ ആൾക്കോ ഈ പാർട്ടിക്ക് ഒരു വോട്ട് കൊടുത്താൽ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരും, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുണ്ടാവും, എൻ്റെ നാടിനെ നന്നാക്കും. ഇതെല്ലാം വിശ്വസിച്ചാണ് വോട്ട് കൊടുക്കുന്നത്. അങ്ങനെ LDF എത്രയോ തവണ ജനങ്ങൾ വിശ്വസിച്ചിട്ട് അവർക്ക് അവസരം കൊടുത്തു. കഴിഞ്ഞ 10 കൊല്ലം നോക്കൂ. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ LDF ആണ്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ, എന്തെങ്കിലും ശരിയായോ? തെരുനായ ശല്യത്തിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, റോഡിനെ കുറിച്ച് പറഞ്ഞു. അഴിമതി കാണാൻ ഞാൻ വിചാരിച്ചു കോൺഗ്രസ് മാത്രമാണ് അഴിമതിന്റെ പാർട്ടി. ഇവര് LDF എല്ലാവർക്കും തെളിവ് കൊടുക്കുകയാണ്. അല്ലല്ല, കോൺഗ്രസ് അഴിമതിന്റെ ചാമ്പ്യൻ ആണെങ്കിൽ ഞങ്ങളൊരു ചെറിയ ചാമ്പ്യൻ ഒന്നല്ല, ഞങ്ങൾ ചാമ്പ്യനാണ്. അപ്പൊ അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ, ഇതെല്ലാം ഒളിച്ചു വെക്കാൻ പ്രീണം. ഇതാണ് LDFന്റെ രാഷ്ട്രീയം. നമ്മുടെ സ്റ്റേറ്റിൽ നോക്കൂ. LDF 10 കൊല്ലം ഭരിച്ചു. കടമെടുക്കാണ്ട് മുമ്പോട്ട് പോകാനുള്ള സ്ഥിതിയാണ് നമ്മുടെ നാട്. 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ LDF ഇന്ന് എന്താണ് ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്? ശബരിമലയിൽ നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നു. ഇതാണ് ശരിയാവെന്ന് പറഞ്ഞത്. രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരള നാടിൽ. ഇതാണോ ശരിയാവും എന്ന് പറഞ്ഞ്? ഏറ്റവും ഭീകരമായ തൊഴിലില്ലായ്മ, ഇതാണോ ശരിയാവും എന്ന് പറഞ്ഞ്? ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്നത് LDFും UDFും എത്ര കൊല്ലമായിട്ട് ഇവിടെ ചെയ്തു. അത് ജനങ്ങൾ മാറ്റണമെന്ന് തീരുമാനിച്ചു. ആ മാറ്റമാണ് വരാൻ പോകുന്നത് ഈ 25 ഇലക്ഷൻ, 26 ഇലക്ഷൻ. ഞാൻ LDFനെ കുറിച്ച് കൂടുതൽ പറയാൻ പോകുന്നില്ല. അത് നിങ്ങൾ തന്നെ സഹിച്ചു. കഴിഞ്ഞ 35 കൊല്ലം നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. UDFനെ കുറിച്ച് 2 വാക്ക് പറയുന്നു. ഈ നാട്ടിൽ ഒരു നാണമില്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് UDFും കോൺഗ്രസ്സാണ്. എന്തും പറയും, എന്തും ചെയ്യും, പവറിന് വേണ്ടി ആരുടെ ഒപ്പം പോവും,
എന്തു കൊള്ള ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യും. അവരുടെ രാഷ്ട്രീയത്തിന് പിന്നിൽ ഒരു ഒറ്റ ലക്ഷ്യം, എങ്ങനെയെങ്കിലും ഭരിക്കണം, പവർ പിടിക്കണം, ജനങ്ങളെ വെട്ടിയാക്കണം, കൊള്ള ചെയ്യണം, അഴിമതി ചെയ്യണം. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം. കോൺഗ്രസ് പാർട്ടിന്റെ പിന്തുണ, കോൺഗ്രസ് പാർട്ടിനെ ജയിപ്പിക്കാൻ ആരാണ് ഇറങ്ങിയിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയും SDP ആണ്. എന്നിട്ട് ഞങ്ങളോടാണ് പറയുന്നത് ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണ്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി 11 കൊല്ലം നരേന്ദ്രമോദിജി പ്രവർത്തിച്ച സർക്കാരും പാർട്ടിയാണ് BJP NDA. ജമാഅത്തെ ഇസ്ലാമി അല്ല തീരുമാനിക്കേണ്ടത് സെക്യുലറിസം. SDP അല്ല തീരുമാനിക്കാൻ പോകുന്നത് ഈ നാടിന്റെ സെക്യുലറിസം. സാധാരണ മലയാളികൾ തീരുമാനിക്കും. അത് രാഹുൽ ഗാന്ധിയും വേണ്ട, സോണിയാഗാന്ധിയും വേണ്ട, വേറെ ഒരു ഗാന്ധിയും വേണ്ട, ഇവിടുത്തെ മലയാളികൾ തീരുമാനിക്കും. പിന്നെ 10 കൊല്ലം ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. അസംബ്ലിയിൽ ഒന്ന് വായിച്ചു നോക്കൂ. അസംബ്ലിന്റെ ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് സെഷനിലോ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ഡിസ്കഷനിലോ ഈ നാട്ടിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചോ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചോ വിലക്കയറ്റത്തിനെ കുറിച്ചോ കുട്ടികൾക്ക് തൊഴിലില്ലായ്മയെ കുറിച്ചോ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല. എന്താണ് കാരണം? ഇവര് 2 പാർട്ടിയും ഇന്ത്യ അലയൻസും ചായയും പരിപ്പ് വടയും കഴിക്കുന്ന 2 പാർട്ടികളല്ലേ? ഇന്ത്യ ഈ മുന്നണിന്റെ ഭാഗമല്ലേ? അതുകൊണ്ട് ഈ ഇലക്ഷന്റെ സമയത്ത് ഈ നാടകം 27 സ്റ്റേറ്റിൽ 8 യൂണിയൻ ടെറിട്ടറീസിലെ അലയൻസിലാണ് കോൺഗ്രസും CPM. ഇവിടെ മാത്രം ഈ നാടകം. ഞങ്ങൾ ഓപ്പോസിഷനാണ്, നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, പിന്നെ നിങ്ങൾ ഭരിക്കാൻ അത് നിർത്തിയാൽ ഞങ്ങൾ ഭരിക്കാം, നിങ്ങൾ ഓപ്പോസിഷൻ പാർട്ടി, ഈ ഒരു സർക്കസ്. പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞു. പിന്നെ അവരങ്ങനെ ഒരു ഓപ്പോസിഷൻ പാർട്ടിയാണെങ്കിൽ ഞാൻ ഇന്നൊരു വെല്ലുവിളി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ചാലഞ്ച് കൊടുക്കുന്നു. നിങ്ങൾ കോൺഗ്രസിന്റെ എതിരെ ആണെങ്കിൽ ആ AN2UC കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? ഒന്ന് പറയൂ. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന്. ചെയ്യില്ല. ഇവരുടെ ഒരു അറേഞ്ച്മെന്റാ. ഞങ്ങൾ ഇവിടെ ഭരിക്കും, നിങ്ങൾ ലോക്സഭയിൽ പോയിക്കോളൂ. ഞാൻ എൻ്റെ തിരുവനന്തപുരം ഇലക്ഷൻ മത്സരിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മത്സരിച്ചപ്പോൾ ഞാൻ 8000 വോട്ടോണ്ട് തോറ്റു. അതെങ്ങനെ തോറ്റു? ജനങ്ങൾ എന്നെ തോൽപ്പിച്ചതാണോ? അല്ല. അത് ലെഫ്റ്റും കോൺഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. LDFും UDFും ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാനും പോകുന്നില്ല. അവർ തുടരും എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ ചോദിക്കാനൊരു എന്താ കൊതി. എന്ത് തുടരും? അഴിമതി തുടരും. അതാണോ നിങ്ങൾ പറയുന്നത്? വികസന ഇല്ലായ്മ തുടരുന്നതാണ് പറയുന്നത്? വിലക്കയറ്റം തുടരുന്നതാണ് പറയുന്നത്? തൊഴിലില്ലായ്മ തുടരുന്നതാണ് പറയുന്നത്? തിരുവനന്തപുരത്ത് ഒരു ഹോർഡിംഗ് വെച്ചിട്ടുണ്ട്, 3ാം തവണ തുടരും.